പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിയോളജിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രതിപാദന വിഷയം സഭയുടെ സാമൂഹിക ദർശനത്തെ സംബന്ധിച്ചാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ. ഒരുപക്ഷെ ദൈവശാസ്ത്ര വിഷയങ്ങൾ നമുക്കേവർക്കും സുനിശ്ചിതമാണ്. കാരണം വിശ്വാസ പ്രമാണത്തിൽ നാം അത് ആവർത്തിച്ച് ചെല്ലുന്നു, നാം അതിനെക്കുറിച്ച് പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും മരണവും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വ്യക്തമായ ദൈവശാസ്ത്രപരമായ വിശ്വാസങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ സഭയുടെ സാമൂഹിക ദർശനങ്ങളെ സംബന്ധിച്ചും സാമൂഹിക പഠനങ്ങളെ സംബന്ധിച്ചും വിശ്വാസികളുടെ ഇടയിൽ വ്യക്തമായ ഒരു അജ്ഞത ഉണ്ട് എന്ന കാര്യം വസ്തുതയാണ്. സാമൂഹിക പ്രബോധനങ്ങളുടെ അപര്യാപ്തതയല്ല, പിന്നെയോ ജനങ്ങളുടെ ഇടയിലുള്ള അജ്ഞതയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ സഭയുടെ സാമൂഹിക ദർശനത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് ശ്രമിക്കാം. സഭയുടെ സാമൂഹിക ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായമാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, എന്നെ നിങ്ങൾ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ ഭവനത്തിൽ സ്വീകരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് തന്നെ ചെയ്ത നീതിമാന്മാർ സ്വർഗരാജ്യത്തിലേക്കും ചെയ്യാതിരുന്ന പാപികൾ നരകാഗ്നിയിലേക്കും നയിക്കപ്പെടുമെന്നുള്ള മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആ തിരുവചന ഭാഗം നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നുണ്ട്. എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കരുത് എന്നുള്ള തിരുവചനവും നമ്മുടെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രഗതിയിൽ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എത്തി നിൽക്കുമ്പോൾ സഭയുടെ സുവിശേഷാധിഷ്ഠിതമായിട്ടുള്ള സാമൂഹിക ദർശനങ്ങളെക്കുറിച്ചും നീതി അധിഷ്ഠിതമായ പഠനങ്ങളെക്കുറിച്ചും ഏറ്റവും അടിയുറച്ച അവബോധം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് സഭയുടെ സാമൂഹിക പഠനങ്ങളെ സംബന്ധിച്ച്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ വിശ്വാസികളെക്കാൾ കൂടുതലായിട്ട് സഭയുടെ സാമൂഹിക പഠനങ്ങൾ കൂടുതലായിട്ട് പഠിക്കുകയും വായിക്കുകയും ഒരുപക്ഷെ ചർച്ചയ്ക്കും വിശകലനത്തിനും വിധേയമാക്കുകയും ചെയ്യുന്നത് മറ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള പല ചർച്ചകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ കാലിക പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ ഒന്ന് ആധികാരികമായിട്ട് നമ്മളൊന്ന് സമീപിക്കുകയാണ്. അതിന് ഏറ്റവും ആദ്യമായിട്ട് പ്രഥമത ഇതിൻ്റെ ചരിത്ര നാൾവഴികൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം 17-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 1700-ാം ആണ്ടോടുകൂടെ 1850 വരെയുള്ള കാലഘട്ടത്തെയാണ് വ്യവസായിക വിപ്ലവ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നത്. യൂറോപ്പിൽ വ്യവസായിക വിപ്ലവം ആരംഭിച്ച 1780 അല്ലെങ്കിൽ 1850 വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ സാമൂഹികമായ മാറ്റങ്ങളിലൂടെ കടന്നുപോയൊരു കാലഘട്ടമായിരുന്നു. ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വ്യാവസായിക ശാലകൾ ഉയർന്നു, ഏറെ തൊഴിലാളികൾ ഉണ്ടായി, അവിടെ ഏറെ ചൂഷണങ്ങൾക്ക് വിധേയമായ ഒരു തൊഴിലാളി വർഗമുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ തൊഴിലാളികളുടെ അവകാശത്തിനു വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് തൊഴിലാളി സംരക്ഷണത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്ന 1891 ഭാഗ്യ സ്മരണാർഹനായിട്ടുള്ള ലിയോ 13-ാം മാർപ്പാപ്പയുടെ റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനം പുറത്തിറങ്ങിയത്. ആ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ആദ്യ വാക്യങ്ങൾ തന്നെ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള മാർപ്പാപ്പയുടെ ശബ്ദം, പ്രവാചക ശബ്ദം ഉയർന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു: തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം. സർവ മനുഷ്യരും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്.
മനുഷ്യ മഹത്വത്തിന് പ്രാധാന്യം കൊടുക്കാത്ത വ്യവസായിക വിപ്ലവം തിന്മയാണെന്ന് പോലും റേരും നൊവാരുമിലൂടെ ലിയോ 13 മാർപ്പാപ്പ പറഞ്ഞു വെച്ചു. വീണ്ടും ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ജോൺ 23 മാർപ്പാപ്പ, വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയ ജോൺ 23 മാർപ്പാപ്പയുടെ പാച്ചം ഇൻ തേറീസ് 1963 ചാക്രിക ലേഖനത്തിലും തൊഴിലാളികൾക്ക് വേണ്ടി നീതി നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നീതി ഇല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ടും അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനം ഉയർന്നു വന്നു. വീണ്ടും നമ്മൾ കാണുന്നു ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ ചെന്തേസിമുസ് ആനുസ് എന്ന് പറയുന്ന 1981 ചാക്രിക ലേഖനവും തൊഴിലാളികൾക്ക് വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വലിയ ഒരു മുറവിളിയായിരുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ദെയൂസ് കാരിത്താത്തിസ് എസ്ത് എന്ന ചാക്രിക ലേഖനത്തിൻ്റെ 2ാം ഭാഗവും സാമൂഹിക നീതിയെ അധിഷ്ഠിതമായിരുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഏറെ ചാക്രിക ലേഖനങ്ങളും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സാമൂഹിക നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെക്കുറിച്ചും സഭയുടെ സാമൂഹിക ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും പഠിക്കുവാനായിട്ട് ഒന്ന് പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ സഭയുടെ സാമൂഹിക ദർശനത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം, ആദ്യം ഈ 18-ാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞ ഈ ചൂഷണത്തിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ ചരിത്രഗതിയിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. കാരണം വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള മുതലാളി തൊഴിലാളി ബന്ധത്തിനേക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിട്ട് ഈ ഒരു അവസ്ഥ മാറി. കാരണം സമ്പന്ന രാഷ്ട്രവും പാവപ്പെട്ട രാഷ്ട്രവും വികസിത രാഷ്ട്രവും അവികസിത രാഷ്ട്രവും തമ്മിലുള്ള പ്രശ്നങ്ങളായി ചരിത്രഗതിയിൽ ഈ സാമൂഹിക ക്രമങ്ങൾ മാറ്റമുണ്ടായി. അത് ഏറെ തലങ്ങളിലേക്ക് വളർന്നു. നമുക്കറിയാം, ഇന്ന് നമ്മൾ സാമൂഹിക അവസ്ഥയെക്കുറിച്ച്, ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്തൊക്കെയാണ്? ഒന്ന്, സാമ്പത്തിക രാഷ്ട്രങ്ങളും അവികസിത രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ പാവപ്പെട്ട രാഷ്ട്രങ്ങൾ. വീണ്ടും അഭയാർത്ഥി പ്രശ്നങ്ങൾ. വീണ്ടും നമ്മൾ കാണുന്നു യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറെ അവസ്ഥകൾ, സമാനമായ സാഹചര്യങ്ങൾ ഇന്ന് വളരെയേറെയുണ്ട്. വീണ്ടും നിരക്ഷരതയുടെയും വർണ്ണവെറിയുടെയും ജാതിയുടെയും മത അസഹിഷ്ണുതയുടേതുമായിട്ടുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഏറെയുണ്ട്. അപ്പോൾ സാമൂഹിക അവസ്ഥകൾ വളരെയേറെ വ്യത്യാസം വന്നിരിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴേക്കും സാമൂഹിക ക്രമത്തിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് അനുസരിച്ചിട്ടാണ് ഓരോ കാലഘട്ടത്തിലും മാർപ്പാപ്പമാർ ചാക്രിക ലേഖനങ്ങൾ, സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ചാക്രിക ലേഖനം എന്ന് പറയുമ്പോൾ, എൻസൈക്ലിക്കൽ എന്ന് പറയുന്നതിന് 4 മാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ഒന്നാമത്തേത്, സഭയുടെ പരമാധികാരി എന്ന നിലയിൽ മാർപ്പാപ്പ സർവ സഭകൾക്കും വേണ്ടി എഴുതുന്നതാണിത്. ഒരു മെത്രാൻ ഇടയലേഖനം എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമാണിത്. രണ്ടാമത്തത്, മാർപ്പാപ്പ അനേകം രേഖകൾ പുറത്തിറക്കാറുണ്ട്. ഉദാഹരണത്തിന് ബുള്ള്, കോൺസ്റ്റിറ്റ്യൂഷന്, റെസിക്രിപ്റ്റ് എന്ന് പറയുന്ന അനേകം രേഖകൾ മാർപ്പാപ്പ പുറത്തിറക്കാറുണ്ട്. പക്ഷേ ചാക്രിക ലേഖനങ്ങൾ എപ്പോഴും ലേഖനങ്ങളായിരിക്കും. അതിന് ഒരു ഡോക്യുമെന്റ് മറ്റുള്ള ബുള്ളിൻ്റെയോ കോൺസ്റ്റിറ്റ്യൂഷനെയോ പോലെയുള്ള രേഖകളായിരിക്കുകയില്ല. മൂന്നാമത്തേത്, എപ്പോഴും ഒരു ചാക്രിക ലേഖനം എന്ന് പറയുന്നത് ഡോക്ട്രിനൽ, അതായത് സൈദ്ധാന്തികപരമായിരിക്കും. വീണ്ടും അത് മോറൽ, ധാർമ്മികപരമായിരിക്കും. വീണ്ടും അതിന് ഒരു ഡിസിപ്ലിനറി ആസ്പെക്റ്റ് അല്ലെങ്കിൽ ശിക്ഷണപരമായ ഒരു അവസ്ഥയുണ്ടാകും. വീണ്ടും 4-ാമത്തെ മാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത സഭകളെക്കാൾ ഉപരിയായിട്ട് സാർവത്രിക സഭയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്നതാണ് ചാക്രിക ലേഖനങ്ങൾ. 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞാൽ, മാർപ്പാപ്പ പരമാധ്യക്ഷൻ എന്ന നിലയിൽ, സഭയുടെ പരമാധികാരി എന്ന നിലയിൽ എഴുതുന്ന എഴുത്ത്. രണ്ടാമത്തേത്, അതിനെപ്പോഴും ഡോക്ട്രിനൽ, മോറൽ, ഡിസിപ്ലിനറി ആസ്പെക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് ലേഖനമായിരിക്കും.
നാലാമത്തെ അവസ്ഥ അത് എല്ലാ സഭകൾക്കും വേണ്ടി എഴുതുന്നതായിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓരോ ചാക്രിക ലേഖനത്തിനുമുണ്ടാകും. അപ്പോൾ സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചും ദർശനങ്ങളെ സംബന്ധിച്ചും നമ്മൾ ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ എപ്പോഴും സഭയുടെ ഒരു പ്രബോധന അധികാരത്തിൻ്റെ സ്വരം എപ്പോഴും ചാക്രിക ലേഖനങ്ങൾക്കുണ്ട്. സുവിശേഷ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായി സഭയുടെ ചരിത്ര ഗതിയിൽ സഭയുടെ പ്രവാചകപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതാണ് ഓരോ ചാക്രിക ലേഖനങ്ങളും. സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകൾക്കെതിരായി, സമൂഹത്തിൻ്റെ തെറ്റുകൾക്കെതിരായി, ധാർമ്മികതയുടെ വീഴ്ചകൾക്കെതിരായി, സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങൾക്കെതിരായിട്ട് ഓരോ കാലഘട്ടത്തിലും മാർപ്പാപ്പമാർ ചാക്രിക ലേഖനങ്ങൾ പുറത്തിറക്കാറുണ്ട്. ഈ സാമൂഹിക ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം പുറത്തിറങ്ങിയത് 1891 റേരും നൊവാരും എന്ന് പറയുന്ന ചാക്രിക ലേഖനമാണ്. വീണ്ടും ഞാൻ ഏതാനും ചാക്രിക ലേഖനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ചെന്തേസിമുസ് അന്നൂസ്, പാച്ചമിൻ തേറീസ്, ഗാവുദിമെത്തുസ്പെസ്, അതേപോലെ തന്നെ ദെയോസ് കാരിത്താത്തിസ് എസ്ത് എന്ന് പറയുന്ന ചാക്രിക ലേഖനങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചാക്രിക ലേഖനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സഭയുടെ സാമൂഹിക ദർശനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണ് സഭയുടെ സാമൂഹിക പ്രബോധന അധികാരത്തിൻ്റെ അടിത്തറകൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രതിപാദന വിഷയം. നമ്മളെല്ലാവരും, ഏതൊരു മനുഷ്യജീവിയും സമൂഹത്തിലാണ് പിറന്നു വീഴുന്നത്, സമൂഹത്തിലാണ് അവൻ വളർത്തപ്പെടുന്നത്. നന്മയും തിന്മയും ശരിയും തെറ്റുകളുമൊക്കെ ഏറ്റുവാങ്ങുന്നത് ഒരു സാമൂഹികമായ പരിതോവസ്ഥകളിലാണ്. ഈ സാമൂഹിക പരിതോവസ്ഥകളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ധാർമ്മികമായിട്ടുള്ള ആത്മീയ മാനങ്ങളും കൂടെയുണ്ട്. ഒരിക്കലും ഒരു വ്യക്തിയുടെയും ആത്മീയത എന്ന് പറയുന്നത് വെറും വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾ മാത്രമല്ല. എന്ന് പറഞ്ഞാൽ ആത്മീയതയും സാമൂഹിക ജീവിതവും തമ്മിൽ അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിമർശിക്കപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതവും സാമൂഹിക ജീവിതവും തമ്മിലുള്ള ബന്ധമില്ലായ്മയാണ്. അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ സാമൂഹിക ജീവിതത്തിലേക്ക് പ്രതിഫലിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യമുണ്ട്. പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ ഈ ദൈവാരാധനയുടെ ഫലങ്ങൾ യാതൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ സാമൂഹിക ജീവിതവും ആത്മീയ ജീവിതവും തമ്മിൽ ഒരു പരസ്പരികമായിട്ടുള്ള ബന്ധമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ധാർമ്മികതയുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് അക്രൈസ്തവരെ കുറിച്ച് മാത്രമല്ല, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാനുഷികതയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനുഷികത വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മാനുഷിക മൂല്യങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായിട്ട് സുവിശേഷങ്ങളിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ? ഏറ്റവും ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നന്മ ചെയ്യുക, തിന്മ ചെയ്യാതിരിക്കുക. അതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ധാർമ്മികതയുടെ അടിസ്ഥാനം നന്മ ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയാണ്. ടു ബി ഗുഡ്, നന്മയായിരിക്കുക. ടു ഡു ഗുഡ്, നന്മ ചെയ്യുക. അവോയ്ഡ് ഈവിൾ, തിന്മയെ അകറ്റി നിർത്തുക. തീർന്നില്ല, ഒന്നുകൂടെയുണ്ട്: റെസിസ്റ്റ് ദ ഈവിൾ, തിന്മയെ എതിർത്ത് തോൽപ്പിക്കുക. അപ്പം 4 കാര്യങ്ങളാണ്. 1, നന്മയായിരിക്കുക; 2, നന്മ ചെയ്യുക; തിന്മയെ അകറ്റി നിർത്തുക; 4, തിന്മയെ എതിർക്കുക. അപ്പം ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളിലാണ്. അത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷ പുണ്യങ്ങളായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളിലാണ്. ഈ മാനുഷിക മൂല്യങ്ങളുടെ മേൽ കെട്ടിപ്പടുത്തിയിരിക്കുന്ന സുവിശേഷ പുണ്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ധാർമ്മികതയുടെ അടിസ്ഥാനമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഏറ്റവും ഈ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്താണ് യഥാർത്ഥത്തിൽ? അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്. നമ്മൾ ആദ്യം ചോദിച്ചു എന്താണ് ധാർമ്മികത. നമ്മൾ ഉത്തരം പറഞ്ഞു
നന്മ ചെയ്യുക, തിന്മ ചെയ്യാതിരിക്കുക. അതിൻ്റെ 4 കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ എന്താണ് നന്മ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് മറുപടി പറയേണ്ടത്? എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും വചനങ്ങളുടെ അടിത്തറനിന്മേൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരും ധാർമ്മിക ദൈവശാസ്ത്രകന്മാർ പറയുന്നത് നന്മ എന്ന് പറയുന്നത് എന്ത് ജീവനെ പരിപോഷിപ്പിക്കുന്നതെന്തോ അതാണ് നന്മ. ദാറ്റ് വിച്ച് പ്രൊമോട്ട്സ് ദ ലൈഫ് ഈസ് ഓൾവേസ് ഗുഡ്. അതിന് എതിരായിട്ടുള്ളതെല്ലാം തിന്മയായിട്ട് തീരുന്നു. ഈശോയുടെ തിരുവചനം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ്. എവിടെയൊക്കെ ജീവനെതിരായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുവോ അതൊക്കെ തിന്മയായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ചിന്ത, ജീവനെതിരായിട്ടുള്ള തിന്മ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കടന്നു വരുന്ന ഒരു ചിന്ത ഗർഭഛിദ്രത്തെക്കുറിച്ചോ ജീവനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചോ ഉള്ള ചിന്തയാണ്. അത് പ്രത്യക്ഷത്തിലുള്ള ജീവനെതിരായ തിന്മയാണ്. പക്ഷേ പരോക്ഷമായിട്ടുള്ള അനേകായിരം തിന്മകൾ ജീവനെതിരായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവന് പരിപോഷിപ്പിക്കാത്ത ഏറ്റവും ഹീനമായ സാഹചര്യങ്ങളൊക്കെ തിന്മയുടെ ഭാഗങ്ങളായിട്ട് തീരുകയാണ്. ജീവന് എതിരായിട്ടുള്ള എല്ലാ അവസ്ഥകളും തിന്മയായിട്ട് മാറുകയാണ്. ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തി അടിസ്ഥാനപരമായിട്ട് മാനുഷികമായിട്ടുള്ള ഡിഗ്നിറ്റി, മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ ജീവനെതിരായിട്ട് തിന്മയായിട്ട് മാറുന്നുണ്ട്. അരക്ഷിതമായ അവസ്ഥകൾ തിന്മയാണ്. ഒരു വ്യക്തിക്ക് ഉടുക്കുവാനും ജീവിക്കുവാനും സ്വസ്ഥമായിട്ടുള്ള സമാധാനത്തോടു കൂടി ജീവിക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ ജീവനെതിരായിട്ടുള്ള തിന്മയായിട്ട് മാറുകയാണ്. വീണ്ടും ഒരു വ്യക്തിയുടെ നിരക്ഷരത എന്ന് പറയുന്നത് പോലും ജീവനെതിരായിട്ടുള്ള ഒരു അവസ്ഥയാണ്, തിന്മയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ജീവന് എതിരായിട്ടുള്ള എല്ലാ അവസ്ഥകളും, സാമൂഹിക അവസ്ഥകൾ തിന്മയുടെ ഗണത്തിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ധാർമ്മികതയുടെ ഏറ്റവും അടിത്തറയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് മാനുഷിക ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഡിഗ്നിറ്റി, മഹത്വത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. മനുഷ്യ ജീവിതം അമൂല്യമാണ്, അത് മഹനീയമാണ് എന്നതാണ് ധാർമ്മിക നിയമങ്ങളുടെയും ഒപ്പം തന്നെ സാമൂഹിക പ്രബോധനങ്ങളുടെയും സഭയുടെ സാമൂഹിക ദർശനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. നീതിയിൽ അധിഷ്ഠിതവും ദൈവഹിതത്തിന് അനുയോജ്യവുമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമം ഉണ്ടാവുക എന്നുള്ളതാണ് സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നീതിയിൽ അധിഷ്ഠിതവും ദൈവഹിതാനുസരണവുമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ സമൂഹത്തിൽ ഉണ്ടാവുക, സാമൂഹിക അവസ്ഥകൾ സമൂഹത്തിൽ സംജാതമാവുക, അതാണ് സഭയുടെ പ്രബോധന അധികാരത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. അതിന് ഈ സാമൂഹിക അടിത്തറയിലേക്ക് എത്തിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനമുണ്ട്, അടിത്തറകളായിട്ട് ദൈവവചനമുണ്ട്, സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, വിശുദ്ധ ക്രിസോസ്റ്റോം പോലെയുള്ള സഭാപിതാക്കന്മാർ സാമൂഹിക നീതിക്ക് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരായിട്ട് പ്രതികരിക്കുന്ന ശക്തമായിട്ടുള്ള എഴുത്തുകളിലേക്ക് അല്ലെങ്കിൽ പഠനങ്ങളിലേക്ക് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകൾ കടന്നു വരുന്നതാണ്. ദൈവവചനം, സഭയുടെ പിതാക്കന്മാരുടെ പഠനങ്ങൾ, സഭയുടെ തന്നെ പ്രബോധനമായിട്ടുള്ള എൻസൈക്ലിക്കൽസ്, അതേപോലെ തന്നെ പ്രബോധന അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചാക്രിക ലേഖനങ്ങൾ, വീണ്ടും സഭയുടെ അനുഭവജ്ഞാനം. ഈ അടിത്തറകളാണ് അല്ലെങ്കിൽ ഈ മേഖലകളാണ് ഒരു ദർശനത്തെ, സാമൂഹിക സാമ്പത്തിക ദർശനത്തെ രൂപപ്പെടുത്തുവാനായിട്ട് സഭയെ എപ്പോഴും വഴി നയിച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഇത് അടിസ്ഥാനപരമായിട്ട് സഭയുടെ പ്രബോധന അധികാരം എന്തിലാണ് അടിത്തറ കെട്ടിയിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയുണ്ട്. വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ സുവിശേഷ പുണ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് സമൂഹത്തെ, രാഷ്ട്രത്തെ നയിക്കുവാനുള്ള പ്രവാചക സ്വരം സഭയെ സംബന്ധിച്ച് അന്നും ഇന്നും ചരിത്ര ഗതിവിഗതികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നുമുണ്ട്. നമുക്കറിയാം, ഏറ്റവും അടുത്തിടെ ഇറങ്ങിയ ലൗദാത്തോ സി എന്ന് പറയുന്ന, അങ്ങേക്ക് സ്തുതി എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ
പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൻ്റെ അനുനിരണനങ്ങൾ എന്തുമാത്രം ഉണ്ടായി എന്ന് നമുക്കറിയാം. പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവം സൃഷ്ടിച്ചതാണെന്നുമുള്ള ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്നുമുള്ള വലിയൊരു പഠനം മാർപ്പാപ്പയുടെ ആ ചാക്രിക ലേഖനത്തിലുണ്ടായി. അപ്പോൾ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവാചക ശബ്ദം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ചരിത്ര ഗതിവിധികളിലൂടെ കടന്നു പോകുമ്പോൾ മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ചാക്രിക ലേഖനങ്ങളുടെ അടിസ്ഥാനമായിട്ട് ഒന്നാമതായിട്ട് പറഞ്ഞത് ഒന്ന് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഞാൻ ഒരു ചെറിയ ഭാഗം വായിക്കുകയാണ്. മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെന്തേസിമുസ് ആനുസ് എന്ന് പറയുന്ന ലേഖനത്തിൽ എൻസൈക്ലിക്കിൽ പറഞ്ഞിരിക്കുന്ന 11ാമത്തെ നമ്പർ ഞാനൊന്ന് വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദ ഫൗണ്ടേഷൻ ഓഫ് കാത്തലിക് സോഷ്യൽ ടീച്ചിങ് ഈസ് എ കറക്റ്റ് വ്യൂ ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ ആൻഡ് ഓഫ് ഹിസ് യുണീക്ക് വാല്യൂ ഇൻ ആസ് മച്ച് ആസ് മാൻ ഈസ് ദ ഓൺലി ക്രീച്ചർ ഓൺ എർത്ത് വിച്ച് ഗോഡ് വിൽഡ് ഫോർ ഇറ്റ് സെൽഫ്. God has imprinted his own image and likeness on man, conferring upon him an incomparable dignity. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ദൈവം ആഗ്രഹിച്ച് തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അവന് എല്ലാ മഹത്വവും കീർത്തനങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ അവന് നൽകിയിട്ടുണ്ട്. അപ്പം മനുഷ്യ മഹത്വത്തിൻ്റെ അടിത്തറയിലാണ് എല്ലാ സാമൂഹിക ദർശനങ്ങളും നിലകൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ അമൂല്യനാണ്. അപ്പോൾ മനുഷ്യ മഹത്വത്തെ ഹനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ മനുഷ്യ ജീവനെ ഹനിക്കുന്ന എന്തും സാമൂഹികമായി തിന്മയായി തീരുകയാണ്. അതുകൊണ്ട് ഇന്ന് യൂറോപ്പിൽ ഒരുപക്ഷെ 21ാം നൂറ്റാണ്ടിൽ ഇന്ന് യൂറോപ്പിനെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജോലി എന്ന് പറയുന്നത് ദൈവമായിട്ട് തീരുകയും ദൈവത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഞായറാഴ്ചകളിൽ കൂടെ ജോലി ചെയ്യണം, കാരണം വർക്ക് അവേഴ്സ്, ജോലി സമയം വർദ്ധിപ്പിക്കണം. അപ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിച്ചു, ജോലിയെ ദൈവമായിട്ട് ഐഡലായിട്ട് പരിഗണിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയും കുടുംബത്തിൻ്റെ സുസ്ഥിരത നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ യൂറോപ്യൻ കുടുംബങ്ങളിൽ ഇന്നുണ്ട് എന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നു രണ്ടാമത്തെ പോയിന്റായിട്ട്, ഒന്നാമത്തത് മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചാണെങ്കിൽ രണ്ടാമത്തത് ഫാമിലി, കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു ചിന്തയാണ്. നമുക്കറിയാം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഏകനല്ല, പിന്നെയോ അവൻ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. അവൻ ഒരു ഏകാന്തനല്ല, പിന്നെയോ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ പരിതോവസ്ഥകളിലാണ്, ഒരു കുടുംബത്തിലാണ് അവൻ ജനിക്കപ്പെടുന്നത്, അവിടെ നിന്നാണ് അവൻ വളർത്തപ്പെടുന്നത്. അപ്പോൾ ഒരു കുടുംബത്തെ കേന്ദ്രീകരിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് ചാക്രിക ലേഖനങ്ങൾ സാമൂഹിക ദർശനത്തിൻ്റെ അടിത്തറയായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. എവിടെയൊക്കെ കുടുംബങ്ങൾ തകർക്കപ്പെടുന്നുവോ, എവിടെയൊക്കെ കുടുംബങ്ങൾ നശിപ്പിക്കപ്പെടുന്നുവോ, അവിടെയൊക്കെ സമൂഹത്തിൻ്റെ ശോഷണങ്ങളും ആരംഭിക്കുന്നുവെന്ന് ചരിത്രത്തിൻ്റെ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് പറ്റും. നമ്മൾ കാണുന്നുണ്ട് അർണോൾഡ് ടോയിൻബിയുടെ ദ അനൽസ് ഓഫ് ദ ചർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തെക്കുറിച്ച് പറയുന്ന 5 കാര്യങ്ങളിൽ ഒരു കാര്യമെന്ന് പറയുന്നത് അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കുടുംബ തകർച്ചയെക്കുറിച്ച്, കുടുംബത്തിൻ്റെ ശോചനീയമായ തകർച്ചയെ ആണ് ഒരു റോമൻ സാമ്രാജ്യം തന്നെ തകർന്നതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പോലും ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ സാമൂഹിക ദർശനത്തിൻ്റെ അടിത്തറയായി തീരുന്ന രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള സുസ്ഥിതിയാണ്. വീണ്ടും നമ്മൾ കാണുന്നത്, മൂന്നാമത്തെ കാണുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി, വ്യക്തിപരമായിട്ടുള്ള വസ്തു സംരക്ഷണത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ കത്തോലിക്ക സഭയെ ആക്രമിക്കാൻ എടുക്കുന്ന ഒരു ആശയം സഭയുടെ ഈ ഒരു കാഴ്ചപ്പാടാണ്. റോരും നൊവേരുമിൽ തുടങ്ങി ചെന്തേസിമുസ് അനൂസിൽ വരെ എത്തി നിൽക്കുന്ന സഭയുടെ പഠനങ്ങളിലെല്ലാം വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള
സമ്പത്തിൻ്റെ അവകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സമ്പത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്? അത് സഭയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. മധ്യ കാലഘട്ടത്തിൽ തന്നെ തോമസ് അക്വീനാസ് 3 കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുക എന്നുള്ളതാണ് വ്യക്തിയുടെ വ്യക്തിപരമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശത്തിൻ്റെ നിദാനമായിട്ട് തീരുന്നത്. ഒരു വ്യക്തിയും ഒരിക്കലും അടിമയല്ല. അവൻ്റെ അധ്വാനത്തിനും അവൻ്റെ കഴിവിനും തക്ക പ്രതിഫലം ലഭിക്കുവാൻ അവന് അർഹതയുണ്ട്. അതുകൊണ്ട് അവന് വ്യക്തിപരമായിട്ട് നേടുവാനും അവന് വ്യക്തിപരമായിട്ട് സംരക്ഷിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം സ്വാഭാവിക നീതിയുടെ ഭാഗം തന്നെയാണ്. വീണ്ടും ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സമാധാനപൂർണമായിട്ടുള്ള രാഷ്ട്രത്തിന് എന്താണ് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ പോലും സഭ പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇത് വ്യക്തിപരമായിട്ടുള്ള സ്വത്തവകാശ സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും അനിയന്ത്രിതമല്ല. പിന്നെയോ അതിനെപ്പോഴും ഒരു ഉത്തരവാദിത്തമുണ്ട്. മൂന്നാമത്തെ ഒരു വലിയ അടിത്തറ എന്ന് പറയുന്നത് പൊതു നന്മയെ ലാക്കാക്കിയായിരിക്കണം സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ദർശനങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്ന അടിസ്ഥാന തത്വങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് പൊതു നന്മയെ കേന്ദ്രീകരിച്ചാണ്. വീണ്ടും വർക്കിനെയും ജോലിയെയും ജോലിക്കാരൻ്റെയും മഹത്വത്തെ സംബന്ധിച്ചുള്ള സഭയുടെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. വ്യക്തികളെ മറന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളിയെ മറന്നുകൊണ്ടുള്ള ഒന്നും സഭയുടെ സാമൂഹിക ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. അപ്പോൾ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചും തൊഴിലാളിയുടെ മഹത്വത്തെക്കുറിച്ചും സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും സഭയുടെ അടിസ്ഥാനപരമായ സാമൂഹിക ദർശനത്തിൻ്റെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു അവസ്ഥ എപ്പോഴും ഈ സാമൂഹിക ദർശനങ്ങൾ ഉണ്ടാകണം. കാരണം ചാക്രിക ലേഖനങ്ങളുടെ ഒരു അടിസ്ഥാന പ്രമേയമായിട്ട് തീരുന്നത് ദർ ഈസ് നോ പീസ് വിത്തൗട്ട് ജസ്റ്റിസ്. ഒരിക്കലും നീതിയില്ലാതെ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. സമാധാനം, പീസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ജസ്റ്റിസ്. സമാധാനം എപ്പോഴും നീതിയുടെ ഫലങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഈ സാമൂഹിക ദർശനത്തിൻ്റെ അടിത്തറകളെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചരിത്രഗതികളിൽ ചരിത്ര വഴികളിൽ സഭയുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് സഭയുടെ അടിസ്ഥാനപരമായ പഠനങ്ങളുണ്ട്. അത് 1891 മുതൽ തുടങ്ങുന്ന ഒരു പഠനത്തിൻ്റെ നീണ്ട പരമ്പരകൾ ചാക്രിക ലേഖനങ്ങളായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ചാക്രിക ലേഖനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ കാലികമായ സാമൂഹിക പ്രസക്തികളെക്കുറിച്ച് നമ്മൾ കാണും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.